ആക്ഷൻ എടാന്ന് വെച്ചാൽ പോടാന്ന് വിളിക്കാനുള്ള പവറാണ് ആ പടം. മോഹൻലാലിന്റെ മകളല്ലേ ഫസ്റ്റ്. താങ്കൾ മോളുണ്ട് ഇല്ല മോളിങ്ങനെ വേണ്ട കൃത്യമായിട്ട് പുള്ളി അറിയത്തില്ലായിരുന്നു. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ പടം, വിജയിക്കും. ഇടിയൊക്കെ പൊളി. ഇടിയൊക്കെ എങ്ങനെയുണ്ട്? അമ്മക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് വിസ്മയുടെയും പ്രകടനങ്ങളൊക്കെ? അഭിനയം നന്നായിട്ടുണ്ട്. ലാലേട്ടന്റെ ഒപ്പം പിടിച്ചു നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല. വിസ്മയുടെ ആദ്യ പടം എന്ന് പറയില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് മോഹൻലാലിൻ്റെ കാമിയോ അത് ഫാൻസുകാർക്കുള്ള ഒരു സീനായിരുന്നു. കുറച്ച് നേരം ഉള്ളതെങ്കിലും അടിപൊളിയായിരുന്നു. അവർ തമ്മിലുള്ള കോംബോ ഉള്ള സീൻസ് ആയാലും അടിപൊളി. സെക്കൻഡ് ഹാഫാണ് വിസ്മയുടെ ആ ഒരു സീൻ എന്ന് പറഞ്ഞത്. ശരിക്കും വിസ്മയുടെ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. എന്തോ ഉച്ച ടൈം ആയതുകൊണ്ടാണെങ്കിൽ കുറച്ച് ആളേ ഉള്ളൂ, എന്നാലും നൈറ്റ് അതൊക്കെ അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട്. കിട്ടിയ പടമാണ്. സെക്കൻഡ് ഹാഫാണ് പടം മൊത്തം ഉള്ളത്. മോഹൻലാലിൻ്റെ മകളാന്ന് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ എന്താ പക്ക ആക്ടിങ്. ആദ്യത്തെ നമുക്കൊരു പുതിയ നടിയാണെന്ന് തോന്നില്ല. ആ രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് അത് മാർഷൽ ആർട്സൊക്കെ ആണെങ്കിലും തകർത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ആദ്യം കരുതിയത് എന്താ പറയുക, ഒന്നും ഡയലോഗൊന്നും ഇല്ലയെന്ന്. പക്ഷേ ലാസ്റ്റ് ഡയലോഗ് ഉണ്ട്, അത് തന്നെ പൊളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡയലോഗ് തന്നെ നൈസാണ്. എന്താണെങ്കിലും അടിപൊളി എൻട്രിയാണ് പുള്ളിയുടെ. കണ്ടിരിക്കാം. നമുക്കൊരു കലിപ്പ് തോന്നും പുള്ളിനോട്. അതാണ് അവളുടെ വിജയം, സക്സസ്. തെറ്റില്ലാത്ത പടമാണ്. ഇടി അടിപൊളിയായിട്ടുണ്ട്. വിസ്മയുടെ തുടക്കം വളരെ നന്നായിട്ടുണ്ട്. ഇടയ്ക്ക് മോഹൻലാലിൻ്റെ ഒരു ചെറിയ കെറ്റും നന്നായിട്ടുണ്ട് പടം. കുഴപ്പമില്ല. അതിന് കൃത്യമായിട്ട് പുള്ളി അറിയത്തില്ലായിരുന്നു. വില്ലൻ അടിപൊളിയായിട്ടുണ്ട്. വില്ലൻ സൂപ്പറായിട്ടുണ്ട്. അതെ സൂപ്പറായിട്ടുണ്ട് വില്ലൻ. പൊതുവെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഓക്കെ താങ്ക് യു. പടം ഉഗ്രനായിട്ടുണ്ട്. നല്ല ഇത് മോഹൻലാലിന്റെ മകളല്ലേ ഫസ്റ്റ്. കഥ സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു പടം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ മോളുടെ നല്ലൊരു തുടക്കം തന്നെയായിരുന്നു. നമുക്ക് ആ ഇതിൽ കണ്ട പോലെ നല്ല ആക്ഷൻ, വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവ്മെൻറ്റാണ്. തുടക്കം ആ കുട്ടിക്ക് നല്ലൊരു ഭാവി കിട്ടുക. അതുപോലെ ആൻ്റണി പെരുമ്പാവൂർ സാറിൻ്റെ മോനും നല്ലൊരു ക്രിമിനൽ ലുക്കിൽ നല്ല രീതിയിലുള്ള അഭിനയമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട്. ഇത് പൈസ മുടക്കുന്നതിന് മുതൽ തന്നെ ഞാൻ ഇന്നലെ കാണാൻ പറ്റിയത് ഇന്ന് ഓടി വന്ന് കണ്ടതാണ്. പല സ്ഥലത്തും ടിക്കറ്റ് കിട്ടില്ല. സൂപ്പർ പടം. മോഹൻലാൽ സാറിന് താങ്കൾ മോളുണ്ട് ഇല്ല മോളിങ്ങനെ വേണ്ട കഥകൾ നല്ലൊരു സ്ത്രീകൾക്ക് സൂപ്പർ പടം. ലേഡീസിന് നല്ലൊരു പ്രചോദനം എടുക്കുന്നത്. ആ കുട്ടിയെ പോലെ എല്ലാവരും ഉണർന്നു വന്ന ആരെങ്കിലും മുട്ടുകുത്തരുത്. ആക്ഷൻ എടാന്ന് വെച്ചാൽ പോടാന്ന് വിളിക്കാനുള്ള പവറാണ് ആ പടം. മോഹൻലാൽ സാറിന് നന്ദി. നല്ലൊരു പടം, സൂപ്പർ. നല്ലായിരുന്നു, മോട്ടിവേഷനായിരുന്നു. ഇടിക്കും, കാല് പൊക്കി ഇടിക്കും. അത് മോഹൻലാലിൻ്റെ അത് ആക്ഷൻ. മറ്റേ സ്ഫടികം ആക്ഷൻ മോഹൻലാൽ പറഞ്ഞില്ലേ എന്നെ അത്രയും കാലം, അതിനാലും സാറ് ആ കുട്ടി വിസ്മയം പൊക്കിയിട്ടുണ്ട്. സൂപ്പർ പടം, ഒന്നും പറയില്ല. കേട്ടോ, അടിപൊളി മൂവിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ലേഡീസ് ആണെങ്കിലും കുഞ്ഞു പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒന്ന് ആയോധനകലകൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് നേരിടാനായിട്ട് എപ്പോഴും കഴിയണം. നമ്മൾ എപ്പോഴും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അത് മോശമായ കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്കൊരു സേഫ്നെസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുകുട്ടികളെയൊന്നും ആരും വെറുതെ വിടുന്നില്ല. അപ്പോൾ എപ്പോഴും അവർ സേഫ്റ്റായിട്ട് എന്തെങ്കിലും പഠിച്ചിരിക്കണം. ഈ മൂവി അടിപൊളി മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ട്. ആവറേജ് ആണെന്നൊന്നും ഞാൻ പറയും, പക്ഷെ നല്ല പടമാണ്. പക്ഷേ എപ്പോഴും നമുക്കൊരു പോസിറ്റീവാണ് ഈ മൂവി. ലേഡീസിന് മാത്രമല്ല, ജെൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം നല്ലൊരു പടമാണ്. എപ്പോഴും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ആയോധനകളെ പഠിച്ചിരിക്കുക. നല്ലതാണ്. ലാലേട്ടനെ പോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട് കയറി വരും. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമോ വീട്ടിൽ നിന്നുള്ള എല്ലാവരും? ഞാൻ മോനായിട്ടാണ് വന്നത്. ഈ ഫാമിലിയായിട്ട് ഇനി വൈഫും മോളും കൂടി വരും. ഇപ്പോൾ ടൂ വീലർ നമുക്ക് എല്ലാവരും കൂടി വരാൻ പറ്റില്ല. എങ്ങനെയുണ്ട് വിസ്മയുടെ തുടക്കം? നല്ല പടമാണ്. മറ്റേ പയ്യനും ഉള്ള വില്ലനും ഉള്ള അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ സൂപ്പർ ആക്ടിങ്. മൂവി അടിപൊളിയായിരുന്നു. ഒരു ഇടിയൊക്കെ ഇടിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെന്താണ്, ഇപ്പോഴത്തെ പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട പടമാണ്. പാരൻസും കാണണം. കുട്ടികളെ ഇങ്ങനെയുള്ള ഇതിലേക്ക് വിടണം നമ്മൾ. അതേ ഉള്ളൂ. ഇന്നത്തെ സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ ഇങ്ങനെ വേണം.
ശരിക്കും ഇങ്ങനെ ഒരു ട്രെയിനിങ് ലേഡീസിന് ശരിക്കും വേണ്ടി വരുന്നു അല്ലേ? വേണ്ടി വരും, തീർച്ചയായിട്ടും വേണം. നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. അത് കുഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല. അതെ അതെ അതെ, അല്ല ചെറുപ്പത്തിൽ മുതലേ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചു വെക്കണം കുട്ടികളെ. ബാക്കി അവരുടെ അഭിനയം ബാക്കി എല്ലാവരുടെയും എടുത്തു അത് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല വിസ്മയ മോഹൻലാലൊക്കെ നല്ല എന്താ പറയുക, സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നത്തില്ല. എക്സ്പീരിയൻസ് അച്ഛൻ്റെ മോള് തന്നെ. ഓക്കെ.